മലയാളിയുടെ മനസ്സിലാരെ? മറുനാടൻ മലയാളി ഇലക്ഷൻ സർവേ 2026. നമസ്കാരം. ഇനി വരാൻ പോകുന്ന 5 വർഷം ആരായിരിക്കും നമ്മളെ ഭരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളീയ സമൂഹം. ഈ വോട്ടിൻ്റെ തിരക്കിൽ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആർക്കായിരിക്കും വിജയ സാധ്യത. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ചാനലുകളും പല മാധ്യമങ്ങളും സർവേകളുമായി രംഗത്തെത്തുന്നു. ഇത്തരം സർവേകളൊക്കെ പെയ്ഡ് സർവേകളാണ് എന്ന വിശ്വാസമാണ് പലർക്കുമുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മറുനാടിൻ്റെ സർവേ എന്തു പറയുന്നു എന്നറിയാനാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പണം പരസ്യം കൈപ്പറ്റാതെയാണ് മറുനാടൻ സർവേ എടുക്കുന്നത്. ജനങ്ങളുടെ പൾസാണ് മറുനാടൻ പ്രതിഫലിപ്പിക്കുന്നത്. മറുനാടൻ്റെ നിലപാട് പിണറായി വിജയൻ്റെ സർക്കാർ വരരുതേ എന്നാണെങ്കിലും സർവേയിൽ ഞങ്ങൾ മായം കലർത്താറില്ല. 2021 മറുനാടൻ പ്രേക്ഷകർക്കറിയാം, പിണറായിയുടെ ഭരണം അവസാനിക്കാൻ ക്യാമ്പയിൻ ചെയ്തപ്പോഴും ഞങ്ങളുടെ സർവേയിൽ ഞങ്ങൾ പറഞ്ഞത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് പിണറായിയുടെ തുടർ ഭരണമാണെന്നാണ്. ആ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു മറുനാടൻ എന്താണ് പറയാൻ പോകുന്നതെന്ന്. ഞങ്ങളുടെ സർവേ ഫലം ഇന്നു മുതൽ 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും പ്രസിദ്ധീകരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉത്തര കേരളത്തിലെ 48 മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ആധികാരികമാണ് എന്ന അവകാശവാദം ഞങ്ങൾക്കില്ല. ഞങ്ങൾ 2000 സാമ്പിളാണ് ഒരു മണ്ഡലത്തിൽ നിന്നും എടുത്തത്. ഈ 2000 സാമ്പിൾ റാൻഡം സർവേയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിരിക്കണം നിർബന്ധമില്ല. 1 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള 1.5 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ 2000 സാമ്പിളുകൾ മാത്രം പരിശോധിച്ചാൽ അത് ശരിയാവണമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. 2 ജില്ലകളായി തിരിച്ച് ഞങ്ങളുടെ 7 ടീമുകൾ, ഒരു ടീം തന്നെ 2ആയി തിരിഞ്ഞ് 2ആയിട്ടാണ് വോട്ട് ശേഖരിച്ചത്. അങ്ങനെ ഏതാണ്ട് 10 ദിവസത്തോളം ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് 2000 സാമ്പിളുകൾ വീതം, ഏകദേശം 2000 സാമ്പിൾ, ചിലയിടത്തൊക്കെ അല്പം കുറഞ്ഞു പോയിട്ടുണ്ട്, ചിലയിടത്ത് അതിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെ ഏതാണ്ട് 2000 സാമ്പിളുകൾ ശേഖരിച്ചാണ് ഞങ്ങൾ ഈ സർവേ ഫലം പുറത്തു വരുന്നത്. ഇത് ഞങ്ങളുടെ ഒരു നിഗമനം കൂടിയാണ്. ഇതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇത് അതേപടി ആരും വിശ്വസിക്കേണ്ടതില്ല. ഇതിൽ മാറ്റം വരാം. കഴിഞ്ഞ തവണയും ഞങ്ങൾ സർവേയിൽ ഇടതുമുന്നണിയുടെ ഭരണം പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞ പല മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ ഫലമാണ് വന്നത്. എന്തായാലും നമുക്ക് മറുനാടൻ സർവേയുടെ ഉത്തര കേരളത്തിലെ ഫലത്തിലേക്ക് പോവാം. കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഈ 5 ജില്ലകളിലെ സർവേ ഫലമാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വളരെ വിചിത്രമെന്ന് പലർക്കും തോന്നുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും വരുന്നത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ആദ്യം കാസർഗോഡിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ സാധാരണഗതിക്ക് 2ഇടത്ത് UDFും 3ഇടത്ത് LDFും ജയിക്കുന്ന പ്രവണതയുണ്ട്. ഈ പ്രവണതയിൽ കാര്യമായ മാറ്റമുണ്ടാവില്ല എന്നതാണ് സൂചന. നമുക്ക് ആദ്യം മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് പോകാം. മഞ്ചേശ്വരം എന്ന് പറയുന്നത് BJP എക്കാലത്തും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലമാണ്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും വാസ്തവത്തിൽ ജയിക്കേണ്ടത് BJP ആയിരുന്നു. പക്ഷേ വലിയ അട്ടിമറി അവസാന നിമിഷം സംഭവിക്കുകയും BJPയുടെ വിജയം തട്ടിപ്പറിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, 89 വോട്ടിനാണ് 2016 കെ സുരേന്ദ്രൻ തോൽക്കുന്നത്. 2021 ആയപ്പോൾ അത് ഏതാണ്ട് 900-ത്തിനടുത്ത് വ്യത്യാസമുണ്ടായി. വിജയം UDFനായിരുന്നു. ഇക്കുറിയും കാര്യമായ വ്യത്യാസം മഞ്ചേശ്വരത്തെ സാഹചര്യത്തിലില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത് UDFനും BJPക്കും 34% വീതം വോട്ട് നേടുമെന്നാണ്. അതായത് 34% എന്ന് പറഞ്ഞാൽ 2 മുന്നണിക്കും ഒരേ വിജയ സാധ്യത. ആദ്യം അവതരിപ്പിക്കുന്ന മണ്ഡലം UDFനും NDAയ്ക്കും, അതായത് BJPക്കും കോൺഗ്രസിനും BJPക്കും ലീഗിനും കൃത്യമായ ഒരേ സാധ്യത. അതേസമയം പതിവ് പോലെ തന്നെ LDF CPIM ബഹുദൂരം പിന്നിലാണ്. 34, 26, മറ്റുള്ളവർ 3. ഇതാണ് ഞങ്ങളുടെ നോട്ട 3. ഇതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരത്തിൻ്റെ ഒരു കണക്ക്. ഇവിടെ സിറ്റിംഗ് MLA ആയ AKM അഷ്റഫിനും BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സുരേന്ദ്രനും ഒരേ വിജയ സാധ്യതയാണ്. നമുക്ക് ഇനി കാസർഗോഡേക്ക് പോവാം. കാസർഗോഡ് നിലവിൽ UDFൻ്റെ, അതായത് ലീഗിൻ്റെ സീറ്റാണ്. അതിൽ കാര്യമായ മാറ്റമില്ല, അത് ആവർത്തിക്കും എന്ന സൂചനയാണുള്ളത്. കാസർഗോഡ് UDFന് തന്നെയാണ് ഇക്കുറി വിജയസാധ്യത. 36%, BJPക്ക് അല്ലെങ്കിൽ NDAയ്ക്ക് 33%,
LDFന് 27%. ഈ 3 പാർട്ടികളാണ് മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ 3 പേരും ഒരേപോലെ നിൽക്കുന്നു. മറ്റുള്ളവർ 2 നോട്ട 2. അതായത് വലിയ വ്യത്യാസമൊന്നും കാസർഗോഡ് ഉണ്ടാവില്ല. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും ജയിക്കാൻ പോകുന്നത്. അത് വളരെ കൃത്യമായ തന്നെ അത്തരത്തിലാണ് പോകുന്നത്. രണ്ടാമതെത്തുന്നത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, BJPയുടെ സ്ഥാനാർത്ഥിയാണ്. മൂന്നാമത് എത്തുന്നത് സ്വാഭാവികമായും LDF ആണ്. അതായത് രണ്ടിടത്തും LDF മൂന്നാമതാണ്, CPM മൂന്നാമതാണ്. അടുത്തത് ഉദുമയാണ്. ഉദുമ 1991 മുതൽ LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ മണ്ഡലമാണ്. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇക്കുറിയും അത് ആവർത്തിച്ചേക്കുമെന്നാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതൊരു അത്ഭുതമായി പലർക്കും തോന്നും. കാരണം കഴിഞ്ഞ തവണ CH കുഞ്ഞമ്പു 13,322 വോട്ടിന് മാത്രമാണ് വിജയിക്കുന്നത്. 13,322 വോട്ട് മറികടക്കാൻ മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അത് സാധിച്ചെന്ന് വരാം, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം നേരിയ വ്യത്യാസം മാത്രമാണ് ഈ 2 മുന്നണികളും തമ്മിൽ ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ കണക്കനുസരിച്ച് LDF 41% വോട്ട് നേടുമ്പോൾ UDF 39%. അതായത് കേവലം 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. NDAയുടെ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് 17% മാത്രമേ നേടാൻ കഴിയൂ. മറ്റുള്ളവർ 2, നോട്ട 1. അതായത് ഇക്കുറി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നത്. BJP ബഹുദൂരം പിന്നിലാണ്. CPM 2% മാത്രമാണ് മുമ്പിലുള്ളത്. ഒരുപക്ഷേ കേരളം മുഴുവൻ ഒരു തരംഗമാഞ്ഞടിച്ചാൽ, UDF തരംഗമാഞ്ഞടിച്ചാൽ മുതുമ UDFന് ലഭിക്കാം. എന്നാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അങ്ങനെയല്ല. ഇനി നമുക്ക് കാഞ്ഞങ്ങാടേക്ക് പോവാം. കാഞ്ഞങ്ങാടിൻ്റെ പ്രത്യേകത, അത് CPIയുടെ കുത്തക സീറ്റാണ്. അത് അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല. ഇക്കുറി തരക്കേടില്ലാത്തൊരു ഫൈറ്റിന് UDF ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് കാഞ്ഞങ്ങാട് കാണാം. കാഞ്ഞങ്ങാട് LDFന് തന്നെയായിരിക്കും ഇക്കുറിയും ലഭിക്കാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭേദപ്പെട്ട വോട്ട് നേടാൻ UDFന് സാധിക്കും. LDFൻ്റെ സ്ഥാനാർത്ഥി, CPIയുടെ സ്ഥാനാർത്ഥി 43% വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി 35%, NDAയുടെ സ്ഥാനാർത്ഥി 18%, മറ്റുള്ളവർ 2, നോട്ട 8. അതായത് കൃത്യമായ മുന്നേറ്റം LDFനുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറവായിരിക്കും. ഇനി ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. EMSഉം EK നായനാരും ഒക്കെ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തൃക്കരിപ്പൂർ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത CPMനില്ല. എന്നാൽ ഇക്കുറി CPMനെ ആശങ്കപ്പെടുത്തിയതും UDFനെ ആവേശമുണ്ടാക്കിയതും സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വമാണ്. സന്ദീപ് വാര്യർ അവിടെ കൊണ്ടു നിന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ നാളിന് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് അവസരം ലഭിച്ചു. അതോടുകൂടി തൃക്കരിപ്പൂരിൽ ഒരു അത്ഭുതമുണ്ടാകുമെന്നവർ കരുതി. ഈസ്റ്റ് എളേരിയും വെസ്റ്റ് എളേരിയും ഒക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. CPMനുള്ളിലെ ചില പ്രതിസന്ധികൾ, അവരുടെ തന്നെ പ്രധാനപ്പെട്ട ചില പാർട്ടി ഗ്രാമങ്ങളിലെ ചില അസ്വസ്ഥതകൾ, ഇതൊക്കെ UDFനെ ഗുണം ചെയ്യും എന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ സർവേ ഫലം വരുന്നത് തീർച്ചയായും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സന്ദീപ് വാര്യർ വലിയ മുന്നേറ്റം നേടുന്നുണ്ടെങ്കിലും നേട്ടം അല്ലെങ്കിൽ വിജയം LDFനായിരിക്കും. തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥി 41% വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി 36% വരെ എത്തൂ. NDAയുടെ സ്ഥാനാർത്ഥിക്ക് 17%, മറ്റുള്ളവർ 2, നോട്ട 4. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ LDF സ്റ്റാറ്റസ് കോ നിലനിർത്തും. അവരുടെ 3 സീറ്റുകളും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമാണുള്ളത്. UDFന് 2 സീറ്റാണ് നിലവിലുള്ളത്. അതൊരു പക്ഷെ 1 കുറഞ്ഞെന്ന് വരാം, 2 ലഭിക്കാം. BJPക്ക് 1 സീറ്റുമില്ല, 1 ലഭിക്കാം. ഇതാണ് കാസർഗോഡിന്റെ അവസ്ഥ. ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോവാം. കണ്ണൂരിൽ ആകെ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 2 എണ്ണം മാത്രമാണ് നിലവിൽ UDFനുള്ളത്. 9 എണ്ണവും CPMന് അല്ലെങ്കിൽ LDFനാണ്. അതിൽ കാര്യമായ മാറ്റം വരും എന്നാണ് പലരും കണക്കാക്കിയത്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ TI മധുസൂദനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടാവുകയും സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്തു. തളിപ്പറമ്പിൽ PK ശ്യാമള, അതായത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിച്ചതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ TK ഗോവിന്ദൻ രംഗത്ത് വരുന്നു. അങ്ങനെ വലിയ അട്ടിമറി കണ്ണൂരിൽ ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിരുന്നത്. കാര്യമായ അട്ടിമറിയില്ല എന്നാണ് മറുനാടൻ്റെ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. വലിയ വോട്ട് വ്യതിയാനമുണ്ടാവും, എന്നാൽ ഫലത്തിൽ കാര്യമായ മാറ്റമുണ്ടാവില്ല. നിലവിലുണ്ടായിരുന്ന UDFന്റെ 2 മണ്ഡലങ്ങൾ, ആ 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പേരാവൂരും ഇരിക്കൂറുമാണ്. ഈ പേരാവൂരും ഇരിക്കൂറും ഇക്കുറിയും UDF നിലനിർത്തും. പേരാവൂരിൽ കടുത്ത മത്സരമാണ് ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിൽ. എന്നാൽ ഇരിക്കൂറിൽ അങ്ങനെയല്ല. ഇരിക്കൂറിൽ വലിയ മുന്നേറ്റമായിരിക്കും ഇക്കുറി ഉണ്ടാവുന്നത്. ഈ 2 മണ്ഡലങ്ങൾ നിലനിർത്തും.
അതേസമയം മൂന്നാമതൊരു മണ്ഡലം കൂടി പിടിച്ചെടുക്കും, അത് കണ്ണൂരാണ്. കണ്ണൂരിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽക്കും. അവിടെ ടി.ഒ. മോഹനനായിരിക്കും വിജയിക്കും. 3 സീറ്റുകൾ UDF ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം അഴീക്കോട് കടുത്ത മത്സരമാണ് നടക്കുന്നത്. നമുക്ക് വിശദമായി കിടക്കാം. പയ്യന്നൂരിലേക്ക് പോകാം. പയ്യന്നൂരിൽ CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ TI മധുസൂദനനെ തോൽപ്പിക്കാൻ പാർട്ടിക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ തോൽക്കില്ല. പയ്യന്നൂരിൽ TI മധുസൂദനൻ എന്ന CPM സ്ഥാനാർത്ഥി 43% വോട്ട് നേടുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണന് 34% വോട്ട് മാത്രമേ നേടാൻ കഴിയൂ. NDIക്ക് 18%, മറ്റുള്ളവർക്ക് 3, നോട്ട 2. ഇതാണ് പയ്യന്നൂരിൻ്റെ അവസ്ഥ. വളരെ നിരാശപ്പെടുത്തുന്നതാണെന്നറിയാം. ഇനി നമുക്ക് കല്യാശ്ശേരി CPM-നെ തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് CPM-ന്റെ തരംഗം തുടരുകയാണ്. LDF-ന് 60%, UDF-ന് 32%, NDAക്ക് 7%, മറ്റുള്ളവർക്ക് 0, നോട്ട 1. അതായത് കല്യാശ്ശേരി അടിമുടി CPM-നാണ്. ഒരു മാറ്റവുമില്ലാതെ CPM നേടും. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തളിപ്പറമ്പിൽ 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് MV ഗോവിന്ദൻ ജയിച്ചത്. ഇതിനു മുമ്പ് ജെയിംസ് മാത്യു മത്സരിച്ചപ്പോൾ 50,000 ഭൂരിപക്ഷം. അവിടെയാണ് പ്രതിസന്ധി, വിമത ശബ്ദം. അവിടെയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ മത്സരിക്കുന്നത്. എന്നാൽ അവിടെയും LDF-ന് തന്നെ CPM-ന് തന്നെയാണ് വിജയം. 46% വോട്ടോടുകൂടി PK ശ്യാമള വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 42 വോട്ട്, അതായത് 4% വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യം ഇതിന് മുൻപ് തളിപ്പറമ്പിൽ ഉണ്ടായിട്ടില്ല. CPM അനായാസം വിജയിക്കുന്ന മണ്ഡലമാണ്. കഷ്ടി CPM സ്ഥാനാർത്ഥി ശ്യാമള ജയിച്ചു പോകും. NDAക്ക് 7%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 3%. ഇരിക്കൂറാണ് ഇനി അടുത്ത മണ്ഡലം. ഇരിക്കൂറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും അവിടെ വിജയിക്കും. സ്ഥാനാർത്ഥിയുടെ മികവല്ല, മണ്ഡലത്തിൻ്റെ മികവാണ്. അവിടെ UDF-ന് മാത്രമാണ് വിജയം. ഇക്കുറിയും UDF ആണ് വിജയിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം, ഏതാണ്ട് 11% വോട്ട് വ്യത്യാസം UDF-ഉം LDF-ഉം തമ്മിലുണ്ട്. UDF-ന് 48% വോട്ട് കിട്ടുമ്പോൾ LDF-ന് 37%, NDAക്ക് 11%, മറ്റുള്ളവർ 2%, നോട്ട 2%. അടുത്തത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പേരാവൂരിൽ സണ്ണി വക്കീലിൻ്റെ മണ്ഡലമാണ്. KPCC പ്രസിഡന്റാണ്. ഇക്കുറി സണ്ണി വക്കീൽ വിജയിച്ചാൽ മന്ത്രിയാകും. പക്ഷെ സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ ശൈലജ ടീച്ചറെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം മണ്ഡലത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സണ്ണി വക്കീലും ശൈലജ ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം കേവലം 2%. UDF-ന് 44, LDF-ന് 42, NDAക്ക് 11, മറ്റുള്ളവർ 1, നോട്ട 2. അടുത്തത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് നമുക്കറിയാം PR കുറുപ്പിന്റെ ഒരു തുടർച്ചയാണ്. കൂത്തുപറമ്പിൽ LDF-ന്റെ ഇപ്പോഴത്തെ മണ്ഡലമായി വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി. അവിടെ PR കുറുപ്പിന്റെ ഒരു സ്വാധീനമാണ്. അന്തരിച്ചിട്ടും PR കുറുപ്പിന്റെ സ്വാധീനമാണ് ഉള്ളത്. കുറുപ്പിന്റെ കൊച്ചുമകനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അവിടെ തോൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. വാസ്തവത്തിൽ കൂത്തുപറമ്പിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എക്കാലത്തും കുറവാണ്. പക്ഷേ ഇത് വീണ്ടും LDF തന്നെ വിജയിക്കുന്നു. 42% വോട്ടുകൾ LDF നേടുമ്പോൾ 38% UDF-ന്, NDAക്ക് 17%, മറ്റുള്ളവർ 1, നോട്ട 2. ഇനി നമുക്ക് പറയേണ്ട കാര്യം പോലും ആര് ജയിക്കുന്നു മട്ടന്നൂർ. ആർക്കും അറിയാം. എന്ത് സാഹചര്യം ഉണ്ടായാലും, ഏത് ഭൂകമ്പം ഉണ്ടായാലും അവിടെ മട്ടന്നൂരിൽ ജയിക്കുന്നത് LDF ആണ്, CPM ആണ്. CPM-ന്റെ കുത്തകയാണ് മട്ടന്നൂർ. വീണ്ടും ആവർത്തിക്കുന്നു, മട്ടന്നൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥി 56% വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി 30% മാത്രം. എന്ന് വെച്ചാൽ 26% വ്യത്യാസമാണ് മട്ടന്നൂരിൽ CPM-നുള്ളത്. NDAക്ക് 11, മറ്റുള്ളവർ 1, നോട്ട 2. അഴീക്കോട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDF ഇക്കുറി അഴീക്കോട് സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ലീഗിന്റെ സീറ്റാണ്. കണ്ണൂരിൽ ലീഗിന് ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റാണ്. അവിടെ ആ സീറ്റാണ് അവർക്ക് ഈ മുമ്പ് നേടിയിട്ടുള്ളത്. KM ഷാജി 2016 കഷ്ടി ജയിച്ചു പോയതാണ്. പക്ഷേ 2021 KM ഷാജി തോറ്റുപോയി. ഇക്കുറി UDF അനുകൂല സാഹചര്യത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷ ലീഗിനുണ്ട്. പക്ഷേ ഞങ്ങളുടെ സർവേയിൽ പറയുന്നത് നേരിയ മുൻതൂക്കം LDF-നാണ് എന്നാണ്. നേരിയ മുൻതൂക്കം മാത്രമാണ്. വേണമെങ്കിൽ ഈ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് UDF-ന് ജയിക്കാം. 43% വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമ്പോൾ, സിറ്റിംഗ് MLA സുമേഷിന് കിട്ടുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് 42% ആണ് കിട്ടുന്നത്. 1% വ്യത്യാസമേ ഉള്ളൂ. വേണമെങ്കിൽ അത് മാറിമറിയാം. കാരണം 2000 സാമ്പിളിൽ ഉള്ള ഒരു അഭ്യാസമാണിത്. 2000 സാമ്പിൾ എടുക്കുന്നതിൽ ചില വ്യത്യാസം വരാം. അതുകൊണ്ട്
അഴീക്കോടിൽ UDF ജയിക്കില്ല എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. വേണമെങ്കിൽ ജയിക്കാം. കേവലം 1% വ്യത്യാസമുള്ളൂ. NDA 10%, മറ്റുള്ളവർ 2%, നോട്ട 3%. മറ്റൊരു CPM കുത്തക മണ്ഡലത്തിലേക്ക് കടക്കാം. ധർമ്മടം. സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നു. അവിടെ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മിടുക്കനായ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കി മത്സരത്തിന് ചൂടുപിടിപ്പിക്കാൻ ശ്രമം നടന്നു. പക്ഷേ ഗുണമൊന്നുമില്ല. പിണറായി വിജയന് 54% പേരുടെ പിന്തുണയുണ്ട്. UDF സ്ഥാനാർത്ഥിക്ക് 29%, NDA 11, മറ്റുള്ളവർ 2, നോട്ട 4. നോട്ട ഏറ്റവും കൂടുതൽ ഉള്ളത് ധർമ്മടത്താണ് എന്നത് ശ്രദ്ധേയമാണ്. പിണറായിക്ക് വോട്ട് ചെയ്ത പലർക്കും നോട്ടയ്ക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് പിണറായിയുടെ ഭൂരിപക്ഷം കുറയും എന്നുറപ്പാണ്. UDFന് ഏറെ ആഹ്ലാദം നൽകുന്ന അടുത്ത മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിന് വാസ്തവത്തിൽ കണ്ണൂർ നഗരം UDF അനുകൂലമാണ്. കണ്ണൂർ നഗരസഭയൊക്കെ ഭരിക്കുന്നത് UDF ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണൂര് കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് ജയിച്ചു. ഇക്കുറി രാമചന്ദ്രന് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ മറ്റ് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് മത്സരിച്ചു. ഇക്കുറി കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽക്കും. LDFന്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ 38% വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി ജിയോ മോഹനൻ 43% നേടും. 5% വ്യത്യാസമുണ്ട്. വിജയം ഉറപ്പാണ്. NDAക്ക് 13, മറ്റുള്ളവർക്ക് 3, നോട്ട 3. തലശ്ശേരി CPMന്റെ മണ്ഡലമാണ്. അവിടെ ഷംസീറിനെ മാറ്റിയതിൻ്റെ അസ്വസ്ഥതയുണ്ടെങ്കിലും അത് കാര്യമായി ബാധിച്ചിട്ടില്ല. 11% വ്യത്യാസത്തിൽ LDF സ്ഥാനാർത്ഥി ജയിക്കും. 44% LDF സ്ഥാനാർത്ഥി നേടുന്ന വോട്ട്. UDF 33, NDA 18, മറ്റുള്ളവർ 3, നോട്ട 2. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് 11-ൽ 3 UDFനെ, 8 LDFനെ എന്നാണ്. ഇനി നമുക്ക് വയനാട് ജില്ലയിലേക്ക് പോകാം. വയനാട്ടിൽ ആകെ 3 സീറ്റുകളാണുള്ളത്. നിലവിൽ 2 UDFനാണ്, 1 LDFന്. മന്ത്രി OR കേളുവിൻ്റെ മണ്ഡലം, അതായത് മാനന്തവാടി, അതാണ് LDFനെ. മറ്റ് 2 മണ്ഡലങ്ങൾ IC ബാലകൃഷ്ണനും T സിദ്ദിഖും. ഈ 3 പേരാണ് അവിടുത്തെ സിറ്റിംഗ് MLAമാർ. വീണ്ടും പറയാം, കൽപ്പറ്റ UDF 49% വോട്ടുകളോടുകൂടി മുമ്പിലെത്തുന്നു. T സിദ്ദിഖിനെ 49% വോട്ട് നേട്ടും. LDF 39%, NDAക്ക് 9%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. അതായത് കൽപ്പറ്റ T സിദ്ദിഖ് നിലനിർത്തും. അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. അവിടെയും സിറ്റിംഗ് സീറ്റ് UDFനാണ്, കോൺഗ്രസിനാണ്. ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും. UDFന് 49%, IC ബാലകൃഷ്ണൻ 49%-ഓടെ ജയിക്കും. LDFന് 37% മാത്രമേ ഉള്ളൂ. NDA 9, മറ്റുള്ളവർ 2, നോട്ട 3. അതേസമയം 3ാമത്തെ മണ്ഡലമായ മാനന്തവാടി വളരെ കൗതുകത്തോടെ കാണേണ്ട മണ്ഡലമാണ്. നിലവിൽ CPMന്റെ മന്ത്രിയായ OR കേളുവാണ് അവിടുത്തെ MLA. OR കേളു തന്നെ മത്സരിക്കുന്നു. പക്ഷേ ഇക്കുറി കേളുവിനെ കാത്തിരിക്കുന്നത് തോൽവിയാണ്. LDF 40% മാത്രം വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി 45% നേടും. NDA 11%, മറ്റുള്ളവർ 2, നോട്ട 2. ചുരുക്കി പറഞ്ഞാൽ വയനാട്ടിലെ 3 സീറ്റുകളും ഇക്കുറി UDF സ്വന്തമാക്കും. നിലവിൽ 2 സീറ്റാണ് UDFനുള്ളത്, 1 LDFനാണ്. ഇക്കുറി 3 സീറ്റും വയനാട്ടിൽ UDFനായിരിക്കും. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് ആകെയുള്ളത് 13 മണ്ഡലങ്ങളാണ്. ഈ 13 മണ്ഡലങ്ങളിൽ ആകപ്പാട് UDFനുള്ള 2 സീറ്റ് മാത്രമാണ്. കൊടുവള്ളിയും അതുപോലെ തന്നെ വടകരയും. ഈ 2 സീറ്റ് മാത്രമാണ് നിലവിൽ UDFനുള്ളത്. വടകരയിൽ രമയും കൊടുവള്ളിയിൽ ഡോക്ടർ മുനീറുമാണ് ജയിച്ചത്. ബാക്കി 11 സീറ്റുകളും LDFന്റേതാണ്. ഇപ്പോൾ മാറ്റം വരും എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDF വലിയ മുന്നേറ്റമുണ്ടാക്കി. നമുക്ക് നോക്കാം. കോഴിക്കോട് നോർത്ത് LDF തന്നെ നേടും. 37% വോട്ടോടെ LDF നിലനിർത്തും. UDFന് 34%, 3% വ്യത്യാസമുണ്ട്. ചെറിയ മാറ്റങ്ങൾ ഇനി സംഭവിക്കാം. എങ്കിൽ പോലും 34, 37 എന്ന നിലയിൽ LDFനാണ്. NDA കാര്യമായി വോട്ട് പിടിക്കുന്നത് ശ്രദ്ധേയമാണ്. 25% വോട്ടാണ് NDA പിടിക്കുന്നത്. മറ്റുള്ളവർ 2%, നോട്ട 2%. കോഴിക്കോട് സൗത്ത് ഇക്കുറി UDF പിടിച്ചെടുക്കും LDFൽ നിന്നും. ഇപ്പോൾ LDFന്റെ കയ്യിലാണ്. LDF കേവലം 35% വോട്ട് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി 42% വോട്ട് നേടും. NDA 18, മറ്റുള്ളവർ 3, നോട്ട 2. ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഏലത്തൂരാണ്. ഏലത്തൂരിൽ മന്ത്രി ശശീന്ദ്രനെ തോൽപ്പിക്കുമെന്നാണ് UDF പറയുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ മുന്നേറുന്നു എന്ന് പറയുന്നു. എന്നാൽ നിലവിലുള്ള ഒപ്പീനിയൻ പോൾ പരിശോധിക്കുമ്പോൾ LDF തന്നെ മുന്നിലാണ്. 48%, UDF 36%, NDA 13%, മറ്റുള്ളവർ 1, നോട്ട 2.
കൊയിലാണ്ടി നിലവിൽ LDFിൻ്റെ മണ്ഡലമാണ്. LDF തന്നെ നിലനിർത്തും. 41% LDF സ്ഥാനാർത്ഥി നേടുമ്പോൾ UDF 37%, NDA 17%, മറ്റുള്ളവർ 3%, നോട്ട 2%. ബാലുശ്ശേരി LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് മത്സരിക്കുന്നു, സച്ചിൻ ദേവ്. ആ LDF അവിടെ വീണ്ടും അത് നിലനിർത്തും. വോട്ട് ഒരുപാട് കുറയുന്നുണ്ട്. LDFിന് 44%, UDFിന് 40%, NDAയ്ക്ക് 10%, മറ്റുള്ളവർ 3, നോട്ട 3. നോക്കുക, നോട്ട ഇവിടെയും കൂടിയിട്ടുണ്ട്. പേരാമ്പ്ര നമുക്കറിയാം LDFിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇക്കുറി ഫാത്തിമ ടെഹ്ലിയെ മത്സരിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ ഫലപ്രദമാവില്ല. LDF 49%. LDF കൺവീനർ TP രാമകൃഷ്ണനാണ് 49% വോട്ടിന് ജയിക്കുന്നത്. UDF സ്ഥാനാർത്ഥി 40% മാത്രം, NDA 9%, മറ്റുള്ളവർ 1, നോട്ട 1. കുറ്റ്യാടിയിലേക്ക് പോവാം. കുറ്റ്യാടി നേരിയ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ UDFിന് ലീഗിന് നഷ്ടപ്പെട്ടിരുന്നു. ഇക്കുറി കുറ്റ്യാടി തിരിച്ചു പിടിക്കണമെന്ന വാശി UDFിനുണ്ട്. അത് ഫലപ്രദമാകും. UDFിൻ്റെ സ്ഥാനാർത്ഥി 41% വോട്ട് നേടുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 38%, 3% വ്യത്യാസമുണ്ട്. NDAയ്ക്ക് 15, മറ്റുള്ളവർ 3, നോട്ട 3. നാദാപുരം ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് കോഴിക്കോട് നാദാപുരമാണ്. CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. എന്നാൽ ഇക്കുറി നാദാപുരം CPMന് നഷ്ടപ്പെടുമെന്ന് തീർച്ച. കാരണം 6% വ്യത്യാസമാണ് നാദാപുരത്ത് UDFും LDFും തമ്മിലുള്ളത്. UDFിന് 46% വോട്ട് നേടുമ്പോൾ LDF 40% ഒതുങ്ങും. NDAയ്ക്ക് 11, മറ്റുള്ളവർ 1, നോട്ട 2. വടകര KK രമ മത്സരിക്കുന്നു. വടകര CPMന് പണ്ടേ കൈവിട്ടു പോയതാണ് TP ചന്ദ്രശേഖരനോടെ. അതോടുകൂടി കഴിഞ്ഞ തവണ KK രമ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി. ഈ വിജയം ആവർത്തിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ KK രമയ്ക്ക് 42%, LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് 39%, NDAയ്ക്ക് 13%, മറ്റുള്ളവർ 3, നോട്ട 3. കൊടുവള്ളി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് 2016 കൊടുവള്ളി നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഡോക്ടർ മുനീറിനെ നിർത്തി അത് പിടിച്ചെടുത്തത്. മുനീർ ഇക്കുറി മത്സരിക്കുന്നില്ല. എന്നാൽ കൊടുവള്ളിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ, നമുക്ക് അപ്രതീക്ഷിതമായ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. UDFിന് 58% വോട്ട് കിട്ടുമ്പോൾ LDFിന് 31% വോട്ടേ കിട്ടൂ. NDAയ്ക്ക് 9%, മറ്റുള്ളവർ 1, നോട്ട 1. നോക്കൂ, കൊടുവള്ളിയിലെ ഈ മാറ്റം വലിയതാണ്. കാരണം കഷ്ടിയാണ് കഴിഞ്ഞ തവണ അവർ ഡോക്ടർ മുനീറിനെ നിർത്തി പിടിച്ചെടുത്തത്. പക്ഷേ ഇക്കുറി വലിയ ഭൂരിപക്ഷമായിരിക്കും കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിനുണ്ടാവുക എന്ന് തീർച്ച. ഇനി നമുക്ക് കുന്നമംഗലത്തേക്ക് പോകാം. കുന്നമംഗലം LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇക്കുറി നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെടും. UDF സ്ഥാനാർത്ഥി 40% വോട്ട് നേടുമ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 38%, NDA 18%, മറ്റുള്ളവർ 2, നോട്ട 2. തിരുവമ്പാടി ഏറെ പ്രതീക്ഷയോടുകൂടി ആണ് അവിടെ UDF കോൺഗ്രസ് പാർട്ടി സീറ്റ് ചോദിച്ചത്. തിരുവമ്പാടിയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കാനൊരു ആഗ്രഹം, പക്ഷേ ചിലർ അത് വിട്ടുകൊടുത്തില്ല. അതോടുകൂടി അവിടെ ലീഗ് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി. വലിയ വിഭജനം, ക്രൈസ്തവ മുസ്ലിം വിഭജനമുള്ളൊരു മണ്ഡലമാണ്. തിരുവമ്പാടിയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് CPM ജയിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇക്കുറിയും പതിവാവർത്തിക്കും. LDF സ്ഥാനാർത്ഥി 46% വോട്ടോടുകൂടി തിരുവമ്പാടി ജയിക്കുമ്പോൾ UDFിന് 40% മാത്രമേ വോട്ട് നേടാൻ കഴിയൂ. NDAയ്ക്ക് 10%, മറ്റുള്ളവർ 1, നോട്ട 3. ഇനിയും ഏറ്റവും സുപ്രധാനമായ 13ാമത്തെ മണ്ഡലം ബേപ്പൂർ CPMന്റെ കുത്തക മണ്ഡലമാണ്. എന്നാൽ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതോടുകൂടി ബേപ്പൂർ UDF പിടിച്ചെടുക്കും എന്നായിരുന്നു പ്രവചനം. അത്തരത്തിലാണ് ക്യാമ്പയിനുകൾ നടക്കുന്നത്. PV അൻവർ മാസങ്ങളായി അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുന്നു. ഒന്നാം തരം തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് PV അൻവർ. പക്ഷേ അൻവറിന്റെ തന്ത്രങ്ങളൊന്നും ഏശുകയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ 41% വോട്ട് നേടി ജയിക്കും. UDFിന്റെ PV അൻവറിനെ 36% മാത്രമേ നേടാൻ കഴിയൂ. 5% വ്യത്യാസമുണ്ട്. NDAയ്ക്ക് 19%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 2%. ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് ആകെയുള്ള 13 സീറ്റിൽ നിലവിൽ UDFിന് 2 സീറ്റാണ് ഉള്ളതെങ്കിൽ ഇക്കുറി 6 സീറ്റ് നേടാൻ കഴിയും. 11 സീറ്റുള്ള CPM അല്ലെങ്കിൽ LDF 7 സീറ്റിലേക്ക് ചുരുങ്ങും. ഇപ്പോഴും കോഴിക്കോട് LDFിനാണ് മുന്നേറ്റം. പക്ഷേ UDFിന്റെ 2 സീറ്റ് 6ആയി വളരുന്നത് കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ UDFിന് പ്രതീക്ഷ നൽകും. ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ആകെ 16 മണ്ഡലങ്ങളാണുള്ളത്.
ഈ 16 മണ്ഡലങ്ങൾ ലീഗിൻ്റെ ഈറ്റില്ലമാണ്, ശക്തി കേന്ദ്രമാണ്. നിലവിൽ 4 സീറ്റുകൾ LDF-ന് നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം നിലമ്പൂർ അവർ തിരിച്ചു പിടിച്ചു. എങ്കിൽ പോലും 2021 16-ൽ 12-ൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. 4 മണ്ഡലങ്ങൾ, അതായത് നിലമ്പൂർ കൂടാതെ താനൂര്, പൊന്നാനി, തവനൂർ, ഈ 4 മണ്ഡലങ്ങൾ LDF-നായിരുന്നു, UDF-ന് നഷ്ടപ്പെട്ടിരുന്നു. അത് വളരെ സുപ്രധാനമായിരുന്നു. അതിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടായത് നിലമ്പൂരാണ്. PV അൻവർ രാജിവെക്കുന്നു, UDF-ലേക്ക് വരുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് 16 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകാം. കൊണ്ടോട്ടി UDF-ന് 51%, LDF-ന് 40%, NDA-ക്ക് 6%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 1%. ഏറനാട് UDF-ന് 58%, LDF-ന് 36%, NDA-ക്ക് 4%, മറ്റുള്ളവർ 1%, നോട്ട 1. നിലമ്പൂർ, അതായത് ഉപതെരഞ്ഞെടുപ്പിലൂടെ UDF തിരിച്ചു പിടിച്ച നിലമ്പൂരിൽ ഇക്കുറി വിജയം അതിശക്തമാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടും. UDF-ന് 48, LDF-ന് 37, NDA-ക്ക് 12, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. ഇനി വണ്ടൂരിലേക്ക് പോകാം. AP അനിൽകുമാർ മന്ത്രിയാവേണ്ട അനിൽകുമാറിന്റെ മണ്ഡലമാണ്. UDF-ന് 56, LDF-ന് 35, NDA-ക്ക് 4, മറ്റുള്ളവർ 2, നോട്ട 3. മഞ്ചേരി UDF-ന് 59, LDF-ന് 31, NDA-ക്ക് 5, മറ്റുള്ളവർ 2, നോട്ട 3. പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണ കഷ്ടിയാണ് UDF ജയിച്ചത്. അവിടെ മഞ്ഞളാംകുടി അലി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. ഇക്കുറി പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. UDF-ന് 49, LDF-ന് 40, NDA-ക്ക് 7, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. മങ്കട, അവിടെ SDPI-യുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. പക്ഷേ അതൊന്നും ബാധിക്കില്ല. UDF-ന് 49, LDF-ന് 43, NDA-ക്ക് 4, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. മലപ്പുറം UDF-ന് 57%, LDF-ന് 35%, NDA-ക്ക് 3%, മറ്റുള്ളവർ 1, നോട്ട 4. വേങ്ങര, അവിടെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞ് KM ഷാജിക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം. ഒരുപക്ഷെ കേരളത്തിൽ ഇക്കുറി ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുക KM ഷാജിക്കായിരിക്കും. ഷാജിയെ തോൽപ്പിക്കാൻ LDF-ന് SDPI പിന്തുണ കൊടുത്തിരിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. പക്ഷേ ഷാജി 60% വോട്ടുകൾ നേടും. LDF-ന് പകുതി മാത്രം, 31%, NDA-ക്ക് 5, മറ്റുള്ളവർക്ക് 3, നോട്ടയ്ക്ക് 1. വള്ളിക്കുന്നിലേക്ക് എത്തിയാൽ UDF-ന് 58, LDF-ന് 31, NDA-ക്ക് 7, മറ്റുള്ളവർ 2, നോട്ട 2. ഇനി തിരൂരങ്ങാടിയാണ്. പണ്ട് ആന്റണി മത്സരിച്ച മണ്ഡലമാണ്. UDF-ന് 56, LDF-ന് 34, NDA-ക്ക് 7, മറ്റുള്ളവർ 2, നോട്ട 1. താനൂരാണ് കഴിഞ്ഞ തവണ LDF-ന്റെ കയ്യിൽ നിന്ന് സീറ്റാണ്. തോറ്റുപോകും എന്ന് ഉറപ്പായതുകൊണ്ടാണ് താനൂരിൽ നിന്നും മന്ത്രി അബ്ദുൾ റഹ്മാൻ ഓടി രക്ഷപ്പെട്ടത്. അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ തിരൂരിലാണ്. താനൂരിൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ UDF-ന് 48, LDF-ന് 35, വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. LDF തോൽക്കും. NDA-ക്ക് 14, മറ്റുള്ളവർ 2, നോട്ട 1. നമുക്കിനി തിരൂരിലേക്ക് പോകാം. മന്ത്രി അബ്ദുൾ റഹ്മാൻ തിരൂരിൽ പോയാലും രക്ഷപ്പെടില്ല. UDF-ന് 47, LDF-ന് 44, NDA-ക്ക് 7, മറ്റുള്ളവർ 1, നോട്ട 1. കോട്ടക്കൽ UDF 60, LDF 30, NDA 4, മറ്റുള്ളവർ 3, നോട്ട 3. ഇനി 2 മണ്ഡലങ്ങൾ കൂടി ബാക്കി, തവനൂരും പൊന്നാനിയും. തവനൂരിൽ മന്ത്രിയായിരുന്ന KT ജലീൽ ഇത്തവണ മന്ത്രിയായില്ല. KT ജലീൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മത്സരിച്ചേ മതിയാവൂ എന്ന് CPM പറഞ്ഞു. അങ്ങനെ മനസ്സോടെ KT ജലീൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുംപറമ്പിന്റെ മുമ്പിൽ നേരിയ വോട്ടുകൾക്കാണ് കടന്നുകൂടാൻ പറ്റിയത്. ഇക്കുറി അതുകൊണ്ട് തന്നെ തവനൂരിൽ ജലീൽ തോൽക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഞങ്ങളുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കംഫർട്ടബിൾ മജോറിറ്റിയിൽ ഡോക്ടർ KT ജലീൽ ജയിക്കുമെന്ന്. ഒരുപക്ഷെ അവിടെ VS ജോയി എന്ന UDF സ്ഥാനാർത്ഥി വന്നത് ഒരുപക്ഷെ ഒരു തരത്തിലും തവനൂരിൽ സ്വാധീനമില്ലാത്ത ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തവനൂരിൽ LDF-ന് 46% വോട്ട് നേടാൻ കഴിയുമ്പോൾ 2% കുറവ് UDF-ന്റെ സ്ഥാനാർത്ഥി VS ജോയി 44% മാത്രമേ നേടൂ. NDA-ക്ക് 7%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 1%. 16ാമത്തെ മണ്ഡലം പൊന്നാനിയാണ്. LDF-ന്റെ പുന്നാപുരം കോട്ടയാണ് മലപ്പുറത്തെ പൊന്നാനി. പക്ഷേ പൊന്നാനിയിൽ ഇക്കുറി LDF-ന് പരാജയമാണ്. കംഫർട്ടബിൾ മജോറിറ്റിയിൽ UDF ജയിക്കും. UDF-ന് 46%,
LDF-ന് 42%, NDAക്ക് 10%, മറ്റുള്ളവർ 1, നോട്ട 1. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിൽ തവനൂർ ഒഴികെ 15 മണ്ഡലങ്ങളും UDF നേടും. ഒരൊറ്റ മണ്ഡലം, അതായത് തവനൂർ മാത്രം ഡോക്ടർ KT ജലീലിലൂടെ LDF നേടും. ഉത്തര കേരളത്തിലെ 5 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഫലസാധ്യതയാണ് മറുനാടൻ പുറത്തുവിട്ടത്. ആകെ 48 മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത. അതിൽ 28 മണ്ഡലങ്ങളിലും UDF ജയിക്കും എന്നാണ് സൂചന. മലപ്പുറമാണ് 16-ൽ 15 നേടുന്നത്. 28-ടത്തും UDF-നാണ് വിജയം. 19-ടത്ത് LDF വിജയിക്കും. ഒരിടത്ത് ആര് ജയിക്കുമെന്ന് നിശ്ചയമില്ല. ഒന്നുകിൽ UDF ആയിരിക്കും, അല്ലെങ്കിൽ NDA ആയിരിക്കും. ഈ 48 മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫല സൂചിക മറുനാടൻ സർവേയിലൂടെ ഇങ്ങനെ വ്യക്തമാകുന്നു. ഈസ്റ്റർ ദിനമായ നാളെ, അതായത് ഞായറാഴ്ചയായിരിക്കും മധ്യ കേരളത്തിലെ മറുനാടൻ സർവേ ഫലം പുറത്തു വരിക. തിങ്കളാഴ്ചയായിരിക്കും ദക്ഷിണ കേരളത്തിലെ ഫലം പുറത്തു വരിക. 140 മണ്ഡലങ്ങളിലെയും ഫലസൂചിക മറുനാടൻ സർവേ ഫലം തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാവും. എല്ലാവർക്കും നന്ദി.